ബ്രോക്കോളി വെച്ചിട്ടാണ് ഇന്നത്തെ പരീക്ഷണം. അതിന് വേണ്ടിയിട്ട് ഒരു ബ്രോക്കോളി എടുത്തിട്ടുണ്ട്. അത് നമ്മൾ സാധാരണ കോളിഫ്ലവറൊക്കെ ഫ്ലവറാക്കി ഇങ്ങനെ വിടർത്തി എടുക്കില്ലേ, അതേമാതിരി എടുത്തിട്ടുണ്ട്. അത് കുറച്ച് പച്ചവെള്ളത്തിൽ ഞാനിങ്ങനെ കുതിർത്ത് വെച്ചു കേട്ടോ. അത് കഴിഞ്ഞ് ഒരു ഉരുളക്കിഴങ്ങും നീളനെ അരിഞ്ഞെടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. എണ്ണ ഒഴിച്ച് ചട്ടിയിൽ കുറച്ച് വെളുത്തുള്ളി കൂടുതൽ ഇടുന്നുണ്ട്. സവോള ഒരെണ്ണം അരിഞ്ഞിട്ടു. അതിലേക്ക് ഈ ബ്രോക്കോളി കഴുകി വൃത്തിയാക്കി എടുത്തതും പിന്നെ ഉരുളക്കിഴങ്ങും ഇത് രണ്ടും കൂടിയിട്ട് അതിലേക്ക് എടുത്തിട്ട് കൊടുത്ത് കുറച്ച് ഉപ്പ് ഇട്ടിട്ട് നന്നായി ഇളക്കി അടച്ച് വെച്ചിട്ട് ശർക്കര ഇങ്ങനെ തീ കുറച്ച് വെച്ചിട്ട് വേവിക്കണേ. എന്നിട്ട് വെള്ളം ഒഴിക്കാണ്ടല്ലേ വേവിക്കണേ. എന്നിട്ട് അതിലേക്ക് ഒരു ചെറിയ ഫ്രൈ ആയ പോലെ ഒരു പരുവത്തിൽ വരും. നമ്മൾ ചെറുതായിട്ട് ഇങ്ങനെ ബ്രൗണിഷ് കളർ ഈ ബ്രോക്കോളിയുടെ ഉരുളക്കിഴങ്ങിൻ്റെ സൈഡിലൊക്കെ ഇങ്ങനെ കയറാൻ തുടങ്ങും. നല്ല ഫ്രൈ ഒന്നും ആവണ്ട കേട്ടോ. അങ്ങനെ ആയി കഴിഞ്ഞാൽ നമ്മൾക്ക് വേണ്ട മസാലപ്പൊടികൾ. മസാലപ്പൊടി എന്ന് പറയാൻ മാത്രം മസാലപ്പൊടി ഒന്നും ഇട്ടിട്ടില്ല. മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഗരം മസാല കുറച്ച് എല്ലാം, ചില്ലി പൗഡർ കുറച്ച്, ടർമറിക് പൗഡർ കുറച്ച്, ഗരം മസാല കുറച്ച്, എല്ലാം ഇത്തിരി ഇട്ടുണ്ട്. ആവശ്യത്തിന് വേണമെങ്കിൽ ഈ സമയത്ത് ഉപ്പ് കുറവുണ്ടെങ്കിൽ ഉപ്പിട്ട് കൊടുക്കാം. എനിക്ക് ഉപ്പ് പാകമായ കാരണം ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നില്ല. നന്നായി ഇളക്കി യോജിപ്പിച്ച് ഒന്നും കൂടി അടച്ചു വെക്കണം. അടച്ചു വെച്ച് അതൊന്ന് നന്നായി ആവി കയറി മസാല വെന്ത് കഴിഞ്ഞാൽ കുറച്ച് മല്ലിയില ഇട്ടിട്ട് അതങ്ങ് ഓഫ് ചെയ്യാം കേട്ടോ. നമ്മുടെ ബ്രോക്കോളി പരീക്ഷണം ഇന്നത്തെ വിജയകരമായി അവസാനിച്ചിരിക്കുന്നു. താങ്ക് യു. എല്ലാവരും പരീക്ഷിച്ച് നോക്കിയിട്ട് കമൻ്റായിട്ട് അറിയിക്കണേ. താങ്ക് യു സോ മച്ച്. പ്ലീസ് സപ്പോർട്ട് മൈ ചാനൽ. സബ്സ്ക്രൈബ് മൈ ചാനൽ, ലൈക്ക് മൈ ചാനൽ. താങ്ക് യു. വീഡിയോസ് എല്ലാം കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ പറയണേ.